പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നിങ്ങനെയുള്ള വമ്പൻ ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ബ്ലെസ്സിയുടെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ആടുജീവിതം എന്ന മലയാള ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്തിട്ടുള്ള മലയാള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ഓൺലൈൻ ബുക്കിങ്ങിൽ നിന്ന് മാത്രം ഏകദേശം 3 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ബുക്കിങ്ങിൽ നിന്ന് ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ആദ്യ ദിവസം തന്നെ 9 കോടി രൂപയ്ക്ക് അടുത്ത് പോലും കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് ഡേ തന്നെ 10 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ചിത്രം തന്നെയായിരിക്കും ഇത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. രജനീകാന്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ചിത്രമാണ് ലാൽ സലാം. ഈ ഒരു ചിത്രത്തിന് ഒരു ആവറേജ് റിപ്പോർട്ടുകൾ മാത്രമായിരുന്നു അന്ന് ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ, അതായത് മാർച്ച് 29 പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജയൻ രവി, കീർത്തി സുരേഷ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ചിത്രമായിരുന്നു സൈറൻ. ഈ ഒരു ചിത്രത്തിനും അത്ര നല്ല റിപ്പോർട്ടുകളൊന്നും ആയിരുന്നില്ല അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 11 പ്രീമിയർ ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അടുത്തത് ഹനുമാൻ എന്നൊരു തെലുങ്ക് ചിത്രമാണ്. ഈ വർഷം തെലുങ്കിൽ നിന്ന് വലിയൊരു വിജയമായി മാറിയിട്ടുള്ള ഏക ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ തെലുങ്ക്, ഹിന്ദി വേർഷൻസ് ഒക്കെ ജിയോ സിനിമ, C5 എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ മുമ്പ് തന്നെ പ്രീമിയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഒരു ചിത്രത്തിന്റെ മലയാളം, തമിഴ് ഡബിംഗ് വേർഷൻസ് ഒക്കെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ആയിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഏപ്രിൽ മാസം 5 എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അടുത്തത് മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 215 കോടി രൂപയ്ക്ക് അടുത്ത് പോലും കളക്ഷനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്ന് മുമ്പ് തന്നെ കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 5 പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ശക്തമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ആ ഡേറ്റിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം പ്രീമിയർ ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഏപ്രിൽ 5 തന്നെയാണ് ഹനുമാൻ എന്ന ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 5 ഈ ഒരു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന മറ്റൊരു മലയാള ചിത്രമാണ് പ്രേമലു എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നെസ്ലിൻ, മമിത എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ വർഷം മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്തിട്ടുള്ള ഒരു മികച്ച കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന മാർച്ച് 29, അതായത് നാളെ പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോഴും അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാളെ ഈ ഒരു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇതുവരെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഏതായാലും പ്രേമലു ആയാലും മഞ്ഞുമൽ ബോയ്സ് ആയാലും ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഏപ്രിൽ മാസം തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.